എൻ്റെ ഈ നിലപാട് ഇന്നും തിരിഞ്ഞ് തുടങ്ങിയതല്ലല്ലോ. കെ കരുണാകരൻ, പ്രിയപ്പെട്ട കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹമാണ് അന്ന് AP ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപയോഗം ലഭ്യത കുറച്ചുകൊണ്ടുവരിക, മദ്യനിരോധനത്തിലേക്ക് കാലക്രമേണ നീങ്ങുക എന്ന ആശയം ഉന്നയിച്ചത്, നടപ്പാക്കാൻ ആരംഭിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് AK ആൻ്റണി ചാരായ നിരോധനം ഏർപ്പെടുത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ബാറുകൾ നിരോധിച്ചുകൊണ്ട് കേവലം 29 ബാറുകൾ മാത്രമാക്കിയത്. ആ 29 ബാറുകളാണ് പിണറായിയുടെ ഭരണകാലത്ത് ഏതാണ്ട് ഒരു 1000-ഓളം ബാറുകളായി. ഞാനതിന് അന്നേ മുതൽ ഫൈറ്റ് ചെയ്യുന്നത്, എത്രയോ കത്തുകൾ കൊടുത്തു, എത്രയോ ലേഖനങ്ങൾ കൊടുത്തു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നടത്തി. പക്ഷേ കാര്യമായ ഒരു ചലനമുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇത് ഈ മദ്യത്തിനെതിരെയുള്ള കോൺഗ്രസിൻ്റെ UDF നേതൃത്വത്തിൻ്റെ കെ കരുണാകരൻ്റെ കാലം മുതൽ പ്രത്യേകിച്ച് ഈ കർമ്മ പദ്ധതി, കോൺഗ്രസ് എന്നും മദ്യവിരുദ്ധ പ്രസ്ഥാനമാണല്ലോ, ലഹരിക്കെതിരാണ്, മദ്യത്തിനെതിരാണ്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയമാണ് മദ്യവർജനം. പക്ഷെ അതിനൊരു പ്രായോഗിക രൂപത്തിൽ സംസ്ഥാന സർക്കാർ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കെ കരുണാകരനാണ് തുടങ്ങിയത്. അതിൻ്റെ അന്നു മുതൽ നിയമസഭയിലും നിയമസഭാ കമ്മിറ്റികളിലും പുറത്തും ഈ ആശയം ഉന്നയിച്ചുകൊണ്ട് ഞാൻ അവരോടൊപ്പം നിൽക്കുന്നുണ്ട്, പാർട്ടി നയം നടപ്പിലാക്കാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തവണയും നമ്മുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ വളരെ കൃത്യമായി പറയുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആപൽക്കരമായ അവസ്ഥയിൽ നിന്നും മുക്തമായ ഒരു കേരളമാണ് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണം. അതാണ് എല്ലാവരെയും ഇങ്ങനൊരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ തന്നെ ഉൾപ്പെടുത്തിയതിന് ശേഷം പിന്നെ എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയങ്ങളാണ്. കരിമണൽ ഖനനത്തിൻ്റെ കാര്യത്തിലും ആലപ്പുഴ തീരദേശത്ത് കരിമണൽ ഖനനത്തിനെതിരെ ശക്തമായ സമരം. ബഡ്ജറ്റിന്റെ കാര്യം മറുപടി പ്രസംഗത്തിൽ അല്ല, ഞാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്കറിയാം, ഈ സർക്കാരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഭാവനാസമ്പന്നമായ നിരവധി കർമ്മ പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ്. ധനകാര്യ വകുപ്പിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ച ബജറ്റ് വളരെ ഭാവനാസമ്പന്നമായ നല്ല കർമ്മ പദ്ധതികളുണ്ട്. പക്ഷേ ഈ 1-2 കാര്യങ്ങളിലാണ് ഇപ്പോൾ നമുക്കൊരു വിയോജിപ്പ് വന്നിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് കത്തിൻ്റെ രൂപത്തിലും കൊടുത്തു. ഏതായാലും ഇതേ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമൂഹത്തിൻ്റെ സർവ്വതലത്തിൽ നിന്നും അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. സാമൂഹിക സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, അതുപോലെ തന്നെ മത നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. തീർച്ചയായും ജനവികാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കണക്കിലെടുക്കും എന്ന കാര്യത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയാൻ വയ്യ. ഏതായാലും ജനവികാരം തീർച്ചയായും ഉൾക്കൊള്ളും എന്ന ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.